എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉള്ളി ഒന്നും വഴറ്റണ്ട, കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നടുക്കൂടെ കീറിയെടുത്തിട്ടുണ്ട്, 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്തുകൊണ്ട് വന്നതാണ്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു വലിയ ക്യാരറ്റും ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തത് കേട്ടോ. അതും എടുത്ത് വെക്കുക. ഇനി നമുക്ക് കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. കുക്കർ ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇട്ട് ചെറിയൊരു കഷ്ണം പട്ടങ്ങ എടുത്തിട്ടുണ്ട്, 2-3 ഒടിച്ചെടുത്തതാണ് കേട്ടോ. അതുപോലെ 2 ഗ്രാമ്പു, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ തൊലി ഒന്ന് പൊട്ടിച്ചിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം ഉണ്ടല്ലോ, ഇതങ്ങ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് തന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. വൈകിട്ടെടുക്കുകയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക, അത്രമാത്രം മതി. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി നോക്കാം വെള്ളം എത്ര മതിയോ എന്നുള്ളത് കേട്ടോ. ഇളക്കി നോക്കിയപ്പം വെള്ളം കുറവാണെന്ന് കണ്ടു. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് നമുക്കൊരു 3-4 വിസിൽ ഇതിനെ വേവിച്ചെടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും നല്ല രീതിയിലൊന്ന് വെന്ത് വരണം. അതിനനുസരിച്ച് നമുക്കിതിനെ വേവിച്ചുകൊണ്ട് വരാം. ഉരുളക്കിഴങ്ങ് ക്യാരറ്റിലോട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് അങ്ങ് പൊടിച്ചിട്ട് കൊടുക്കണം. പൊടിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. കുക്കറിൻ്റെ സൈഡിലോട്ട് തന്നെ ഇങ്ങനെ വെച്ച് തവി കൊണ്ട് നല്ലതായിട്ടങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. എല്ലാം ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കറി കുറച്ചും കൂടെ ഒന്ന് കുറുകി വരികയും ചെയ്യും, നല്ലൊരു ടേസ്റ്റുമായിരിക്കും. പിന്നെ ഈ കറി ഒത്തിരി അങ്ങ് ലൂസുള്ള കറിയല്ല, കുറച്ച് കുറുകിയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇതിലോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച സ്മെല്ല് നല്ലതായിട്ട് മാറിക്കിട്ടണം. മല്ലിപ്പൊടി ഒന്നും ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ നല്ലതായിട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഒരരുചി അങ്ങനെ ഒന്നും വരത്തില്ല. ഇപ്പോൾ നല്ലതായിട്ട് ഇത് തിളച്ച് നല്ലതായിട്ട് മസാലയുടെ ആ പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പാൽപ്പൊടി കലക്കിയിട്ടാണ് കേട്ടോ. അതിനു വേണ്ടി ഞാൻ 1/2 ഗ്ലാസ് വെള്ളത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ഫുള്ള് കുറച്ച് വെക്കുക. എന്നിട്ട് ഇത് അതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ, ഈ പാൽപ്പൊടി കലക്കിയിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇത്രയും ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാൽപ്പൊടി തന്നെ ഇതിലോട്ട് കലക്കി ഒഴിച്ച് കൊടുക്കുക. പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലുണ്ടല്ലോ, അത് നിങ്ങൾ ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ കറി ഓഫ് ചെയ്യുക. പിന്നെ കറി തിളക്കരുത്, പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. നല്ല കുറുകിയ ചാറോടുകൂടി നല്ല അടിപൊളി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തി, പൂരി ഇവയോടുകൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.